4 ദിവസമായി തുടരുന്ന കടൽക്ഷോഭത്തിൽ വീടുകൾ തകർന്നതോടെ എറണാകുളം കണ്ടമാലിയിൽ സംസ്ഥാനപാത ഉപരോധിച്ച് പ്രതിഷേധം. തഹസിൽദാർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി പ്രശ്നപരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. തിരുവനന്തപുരം തീരമേഖലയിലെ കടൽക്ഷോഭത്തിൽ അധികൃതർ വേണ്ട ആശ്വാസ നടപടികൾ സ്വീകരിക്കാത്തതിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ആർത്തിരമ്പിയെത്തുന്ന കടൽ കരയിലേക്ക് കുത്തിയൊലിച്ചതോടെയാണ് തീരത്തോട് ചേർന്നുള്ള വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത്. 600-ലേറെ വീടുകൾക്കുള്ളിൽ വെള്ളം കയറിയതോടെ നാശനഷ്ടമുണ്ടായി. പാചകം ചെയ്യാൻ കഴിയുന്നില്ല. ശുചിമുറിയടക്കം വെള്ളത്തിൽ മുങ്ങിയതോടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ ഇവിടെയുള്ളവർക്ക് സാധിക്കുന്നില്ല. പ്രായമായവരും കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ്. തീരദേശ റോഡ് അപ്പാടെ വെള്ളത്തിൽ മുങ്ങി. ഞങ്ങളിവിടെ ജീവിച്ചിരിക്കണമെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ മലയോര മേഖലയിലെ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ വെള്ളക്കയറ്റവും അതൊക്കെ വരുമ്പോൾ ഞങ്ങൾ പോയി സഹായിക്കാൻ ഉണ്ടാകുള്ളൂ. ഞങ്ങൾ നിലനിൽക്കുന്നത് ഗവൺമെന്റിന്റെ ആവശ്യമാണ്, ഞങ്ങളുടെ ആവശ്യമാണ്. കടൽ വരാനുള്ള ഞങ്ങൾ തടസ്സം ചെയ്ത കുറച്ച് കല്ല് വരെ കുറച്ച് മണ്ണ് വരാനൊക്കെ പറഞ്ഞ് ഇന്ന് വരെ ഒന്നും കണ്ടിട്ടില്ല മാഡം. ഞങ്ങൾ എന്ത് ചെയ്യണം? പൊറുതിമുട്ടിയതോടെയാണ് തീരദേശവാസികൾ കൊച്ചി ആലപ്പുഴ തീരദേശ റോഡ് ഉപരോധിച്ചത്. ചെല്ലാനം മുതൽ പുത്തൻതോട് വരെ സ്ഥാപിച്ച ടെട്രോപോഡ് കടൽഭിത്തി കണ്ണമാലി ചെറിയ കടവ് മേഖലയിൽ കൂടി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തഹസിൽദാർ അടക്കമുള്ളവർ എത്തി ഉടൻ പ്രശ്നപരിഹാരം ഉണ്ടാക്കാം എന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്ന് 12 മണിയോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. അതേസമയം തിരുവനന്തപുരം തീരമേഖലയിൽ കടൽക്ഷോഭത്തിൽ അധികൃതർ വേണ്ട ആശ്വാസ നടപടികൾ സ്വീകരിക്കാത്തതിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിശദീകരണം തേടി ജില്ലാ കളക്ടർ, തഹസിൽദാർ, സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മേധാവി, സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയവർക്ക് നോട്ടീസ് അയച്ചു. തീരദേശവാസികളുടെ സുരക്ഷയ്ക്ക് സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് 10 ദിവസത്തിനകം കമ്മീഷൻ ചെയർമാന് സമർപ്പിക്കണം. മീഡിയ 1 കൊച്ചി.